എപ്പിസോഡില് തൊട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അന്ന് ഞാൻ ആ കോർണറിൽ നമ്മുടെ സ്കീ കോർണറിന്റെ ഓപ്പോസിറ്റ് പോയി ഇരുന്ന് കരച്ചിന്റെ പക്കത്ത് എത്തിയത്. കാരണം ലാലേട്ടനെ കൊണ്ട് ഒരാൾ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വിഷമം വരും. ഈ ജാസ്മിന് പുറത്ത് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് ജാസ്മിനായിട്ട് കമ്മിറ്റി. അല്ല, അത് ആക്ച്വലി ഹൗസിന്റെ ഉള്ളിലും ചെറിയ ചർച്ചകൾ നടന്നിരുന്നു. സീക്രട്ട് ഏജന്റ് വന്നപ്പോൾ പറഞ്ഞിരുന്നു. അപ്പം അത് പക്ഷേ ഏജന്റ് വന്നപ്പോൾ പറഞ്ഞത് എത്രത്തോളം ഞാനല്ല അത് കേട്ടത്, ജാസ്മിനാണ് കേട്ടത്. ഞാൻ അവിടെ ഇരുന്നിട്ടില്ല. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ അനാവശ്യ കാര്യങ്ങൾ എന്റെ തലയിലേക്ക് എടുത്ത് വെച്ചാൽ എനിക്ക് അവിടെ കൂടുതൽ പ്രഷർ വരുന്നുള്ളത് കൊണ്ട് ഞാൻ ആ പരിപാടിയിലേക്ക് പോയിട്ടില്ല. ഞാൻ വിശ്വസിച്ചിട്ടില്ല. ഒന്നാമത്തെ കാര്യം അത് സായി തന്നെ ലാലേട്ടന് മുമ്പിൽ വെച്ച് പറഞ്ഞു. അവൻ പറഞ്ഞത് മൊത്തം ഗെയിമിന്റെ ഭാഗമായിട്ട് അവളെ തളർത്താൻ വേണ്ടി പറഞ്ഞതാന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ പിന്നെ ഞാൻ അതില് എല്ലാവർക്കും ചായയോട് തോള അവിടെ നിൽക്കുമ്പോ ആവശ്യമായിട്ട് തോന്നുന്നു. നിങ്ങൾ തമ്മിലുള്ള വൈബ് എങ്ങനെയാ സെറ്റ് ആയത്? ആദ്യത്തെ അത് എല്ലാം ആക്സിഡന്റലാണ്. അത് ശരിക്കും നിങ്ങൾക്ക് കാണുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ആക്സിഡന്റൽ ആയിരുന്നു. ആദ്യത്തെ ദിവസം തന്നെ ഉറങ്ങണ്ടാന്ന് ബിഗ് ബോസ് പറഞ്ഞായിരുന്നു. നിങ്ങൾ ഉറങ്ങാതെ എവിടെയെങ്കിലും പോയിരുന്നു പ്ലാൻ ചെയ്യുന്നതാണ് ബിഗ് ബോസ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ, രതീഷ് ചേട്ടൻ, ജാസ്മിൻ, നോറ, പിന്നെ 2-3 പേര് ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ രാത്രി ആയി കഴിഞ്ഞപ്പോൾ ഓരോരുത്തർ പോയി കിടന്ന് ഞങ്ങൾ 4 പേര് മാത്രം പുറത്ത് നമ്മുടെ ഗാർഡൻ ഏരിയയിൽ ഇരുന്ന് കുറെ നേരം സംസാരിച്ചായിരുന്നു, പാട്ടൊക്കെ പാടി. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കൊരു ബോണ്ടിങ് വരും. കാരണം പിന്നെയുള്ള ദിവസങ്ങളിൽ നമ്മൾ കാണുന്ന മുഖങ്ങൾ ഇവരുടെ മുഖം മാത്രമേ കാണുള്ളൂ, പുറത്തുനിന്ന് വേറെ ആളുടെയും കാണില്ല. പലരും പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സ്വപ്നം കാണുന്നത് പോലും പുറത്തുള്ള കാര്യങ്ങളല്ല, അതിന്റെ അകത്തുള്ളവരുടെ മുഖം. കാരണം നമ്മളൊരു ദിവസം എഴുന്നേൽക്കുമ്പോൾ കിടക്കുന്നത് വരെ കാണുന്നത് ഈ സെയിം മുഖങ്ങളാണ്. ഒരു 20 ദിവസം കഴിഞ്ഞാൽ 21 ദിവസം കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനില് പണ്ടത്തെ ജീവിതം മറന്നു. പിന്നെ നമ്മുടെ ലോകാത ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ സ്വപ്നം കാണുന്നത് എല്ലാം അവർ തന്നെയാവും. അങ്ങനെ ബോണ്ടിങ് വന്നു. ഞങ്ങൾ 2 ആഴ്ചയിൽ നല്ല ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു, വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു. പിന്നെ ഒരു സ്ട്രഗിൾ പോയിന്റ് വന്നായിരുന്നു. അതായത് കോർണേഡ് ആയിട്ട് ഫീൽ ചെയ്ത് ബാക്കി 10-15 പേര് നമുക്കെതിരെ നിന്ന് നമ്മൾ 2 പേര് മാത്രം. അന്ന് വേറൊരു എലമെന്റ് അതിലില്ല. പക്ഷെ അതിനെ പല രീതിയിലും ദുർവ്യാഖ്യാനം ചെയ്ത് നമുക്ക് അത്രയും പ്രഷർ വന്ന് കോർണേഡ് ആയ സ്ഥലത്താണ് നമ്മൾ അത്രയും ഡീപ്പായിട്ട് കണക്ട് ആയത്. അവിടെയാണ് ഇത് വർക്കായത്. ഞാൻ പറയുകയാണെങ്കിൽ, ഓണസ്റ്റ്ലി പറയുകയാണെങ്കിൽ, ഇത് ബലമാണ്. അത് അനുഭവിച്ചിട്ടുള്ളവർക്കേ അത് അറിയാൻ പറ്റുള്ളൂ. നമ്മൾ ജീവിതത്തിൽ തളർന്നു നിൽക്കുന്ന ഒരു പോയിന്റിൽ, നമുക്ക് ആരും ഇല്ലാന്ന് തോന്നുന്ന ഒരു പോയിന്റിൽ ഇങ്ങനെ കൈപിടിച്ച് നിൽക്കാൻ ഒരാളുണ്ടെങ്കിൽ അത് മനസ്സിനുള്ള ബലമല്ല, ശരീരത്തിനുള്ള ബലമല്ല. ജാസ്മിൻ ഇസ് എ ബ്രില്യന്റ് പ്ലെയർ. അത് ക്വസ്റ്റ്യൻ ഇല്ലാത്തൊരു കാര്യമാണ്. എങ്ങനെ സംസാരിക്കണം, എന്ത് പറയണം, ആരോട് എന്ത് പറഞ്ഞ് നിൽക്കാൻ അറിയാൻ കൃത്യമായിട്ട് അറിയാവുന്ന ആളാണ് ജാസ്മിൻ. ജിൻഡോ ചാന്റെ അടുത്താണെങ്കിലും റോക്കിയുടെ അടുത്താണെങ്കിലും, റോക്കി ബാക്കി എല്ലാവരും കയറി മുട്ടാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ആളെ വരെ ജാസ്മിൻ പറഞ്ഞു ഒതുക്കി നിർത്തിയിട്ടുണ്ടെങ്കിൽ ബാക്കില് കഴിവുള്ള ആള് തന്നെയാണ്. ജാസ്മിൻ പുറത്തിറങ്ങിയാലും സെയിം ഇമോഷൻ കീപ്പ് ചെയ്യോ? സെയിം ഇമോഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ഉദ്ദേശിക്കുന്നത്? ഗബ്രിക്ക് എന്താണോ ഉള്ള ഇമോഷൻ അത് കീപ്പ് ചെയ്യോ എന്നാണ്. അതിന്റെ ഉള്ള ഉത്തരം ഞാൻ അവിടെ വെച്ച് പറഞ്ഞായിരുന്നു. ഞാൻ അവള് പുറത്തിറങ്ങിയതിനു ശേഷം നമ്മൾ സംസാരിച്ചിട്ട് എന്താണ് വേണ്ടതെന്നുള്ള തീരുമാനത്തിലേക്ക്. അത് ഞാൻ ഒരിക്കലും ഇപ്പൊ ഒരു ലവ് എലമെന്റോ അല്ലെങ്കിൽ ലവ് ട്രാക്കോ മറ്റേ വേറെ അങ്ങനത്തെ എക്സ്ട്രാ പരിപാടികളോ ഒന്നും അല്ല ഇതിൽ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ തമ്മിലുള്ളത് വളരെ വളരെ ഡീപ്പായിട്ടുള്ള സ്നേഹം തന്നെയാണ്. പ്രേക്ഷകർ തെറ്റിദ്ധരിക്കപ്പെട്ടിരുന്നല്ലേ? തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടാകാം. അത് വേറൊരു കാര്യം പറയട്ടെ. ആദ്യമൊക്കെ തെറ്റിദ്ധരിക്കപ്പെട്ടത് ഞങ്ങൾ കോമഡി ആയിട്ട് പറയുന്ന കാര്യങ്ങളായിരുന്നു. നമ്മളിപ്പോ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് കോമഡി ആയിട്ട് പറയുന്ന ഒരു കാര്യം പലപ്പോഴും പുറത്തു നിന്ന് കാണുന്ന ഒരാൾക്ക് ചിലപ്പോൾ അത് വൾഗറായോ അല്ലെങ്കിൽ മോശപ്പെട്ട ഒരു രീതിയായിട്ടോ തോന്നാം. പക്ഷെ അതിന്റെ അകത്ത് നിൽക്കുന്നവർക്കേ അതിന്റെ അവസ്ഥ മനസ്സിലാവുള്ളൂ. നമുക്ക് ആകെ ഫൺ അല്ലെങ്കിൽ നമുക്ക് ആകെ സംസാരിക്കാനുള്ള ഒരാളുടെ അടുത്ത് നമ്മൾ ആ ഒരു ഫ്രീഡം എടുക്കുമ്പോൾ അതിനെ വളരെ നെഗറ്റീവായിട്ടുള്ള രീതിയിൽ വളച്ചൊടിക്കുമ്പോൾ അതും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. സർവൈവ് ചെയ്തു, അത്രയാണ് ഇപ്പൊ എനിക്ക് പറയാനുള്ളത്. അതായത് 55 നമ്മൾ പുറത്തുനിന്ന് കാണുന്ന പോലെയല്ല ഷോ. അകത്ത് നിൽക്കുമ്പോൾ പ്രഷർ കുക്കർ തന്നെയാണ്. മെന്റലി, ഇമോഷണലി, ഫിസിക്കലി തളർന്ന് പിഴിഞ്ഞി ഉടച്ചെടുക്കും. അത് എങ്ങനെ തരണം ചെയ്യുന്നുള്ളതനുസരിച്ചിട്ടാണ് അതിൻ്റെ അത് നിൽക്കാൻ പറ്റുള്ളൂ. ഞാനിപ്പോ ഒരു 10 കിലോന്റെ അടുത്ത് കുറഞ്ഞിട്ടുണ്ടാവുന്നതാണ് എന്റെ വിശ്വാസം.